വട്ടിയൂർക്കാവ് പോലീസിന് തിരുവനന്തപുരം കൗൺസിലർ ആർ സുഗതനോട് തീരാത്ത പകയാണെന്ന് ബി. കോടതിയുടെ കസ്റ്റഡിയിലുള്ളപ്പോഴും സുഗതനെ ഭീഷണിപ്പെടുത്തിയതിൽ നിന്നും പോലീസിന്റെ വൈരാഗ്യം വ്യക്തമാണെന്നും കൗൺസിലറും തിരുവനന്തപുരം ബി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പാപ്പനംകോട് സജി ചൂണ്ടിക്കാട്ടി. ജ്യോതിഷ് ജനാർദ്ദനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്നോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ പാപ്പനംകോട് സജിയാണ് ചേർന്നത്. ഇപ്പോൾ എസ്.ഐ. അഭിജിത്ത് കോടതിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് സുഗതനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കോടതി കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിൽ എസ്.ഐ. കയറാൻ പാടില്ലാത്തതാണ്. കാരണം കസ്റ്റഡി വിട്ടുകൊടുത്തിട്ടില്ല. അതിന് മുമ്പേ ഈ പോലീസിൻ്റെ കൂടെ ഈ സുഗതൻ്റെ വാഹനത്തിൽ കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സുഗതനെ അവിടുന്ന് തൃശ്ശൂരിൽ നിന്നുള്ള പോലീസാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് അടുത്ത് കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് വട്ടിയൂർക്കാവ് എസ്.ഐ. അഭിജിത്ത് വന്നിട്ട് സുഗതനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയും വീണ്ടും കാണിച്ചു തരാമെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് മനഃപൂർവ്വമായിട്ട് സുഗതനെ കുടുക്കിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. വട്ടിയൂർക്കാവ് പോലീസിന് സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറോട് തീരാത്ത പകയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത്രയധികം കള്ളക്കേസിൽ കുടുക്കി കാപ്പ കേസിനകത്ത് അദ്ദേഹത്തെ അകത്താക്കി കോടതിയിൽ കോടതി കസ്റ്റഡിയിൽ കഴിയുന്ന ആളിനെ കോടതിയുടെ മുന്നിൽ വെച്ച് പോലും ഇത്തരത്തിൽ അദ്ദേഹത്തെ അസഭ്യം പറയാനും ഭീഷണിപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തുള്ള ആ ഒരു വൈരാഗ്യമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനിയും വി.കെ. പ്രശാന്തിൻ്റെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ഇപ്പോഴും ഇതുപോലത്തെ കേസുകൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം വി.കെ. പ്രശാന്ത് അദ്ദേഹം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തോറ്റതിൻ്റെ ഒരു കാരണക്കാരൻ. അതായത് അതിശക്തമായിട്ട് വി.കെ. പ്രശാന്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭമാണ് സുഗതൻ്റെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പ്രദേശത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നടന്ന മിനി സിവിൽ സ്റ്റേഷൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവന്നു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്നു. ജനങ്ങളെ പറ്റിക്കുന്ന രീതി, അതുപോലെ തന്നെ അംഗൻവാടി ഉദ്ഘാടനം, ഇങ്ങനെ നിരവധി കേസുകൾ ഈ സുഗതൻ ഈ ഒരു നല്ല പിള്ള ചമഞ്ഞ് നടന്ന വി.കെ. പ്രശാന്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നത് സുഗതനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വി.കെ. പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണ തോക്കാൻ തന്നെ കാരണം. അപ്പോൾ ആ തോറ്റതിൻ്റെ പ്രതികാരമാണ് ഈ പോലീസ് ഓഫീസർമാരെ വെച്ച് പഴയ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ വലിയ ഗൂഢാലോചനയാണ് ഇന്ന് സുഗതൻ അകത്ത് കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വി.കെ. പ്രശാന്ത് ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെയും അതിനുശേഷം വന്നിട്ടുള്ള സർക്കാരിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു കേസെടുത്ത് സുഗതനെ അകത്താക്കേണ്ട സാഹചര്യം ഉണ്ടായത്. മുന്നോട്ട് എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ? സുഗതൻ്റെ ജാമ്യമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സുഗതനെ ജാമ്യമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും പാർട്ടി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിയമം എന്തായാലും ഒരാൾ കള്ളക്കേസ് കുടുങ്ങിയ ആളിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കാരണം നിയമം എപ്പോഴും നിയമം നല്ല ജയിക്കുമെന്ന് പല നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ സുഗതന് ജാമ്യം കിട്ടി പുറത്തു വരും എന്നുള്ളതിനാണ് യാതൊരു സംശയമില്ല. അതിൽ ഏറ്റവും ഇന്ന് മജിസ്ട്രേറ്റ് തന്നെ ഇവിടെ ഒരു അദ്ദേഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ഇന്ന് ഈ വട്ടിയൂർക്കാവ് പോലീസിൻ്റെ ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് പോലീസിൻ്റെ ഗൂഢാലോചനയാണെന്നുള്ളത്. അതുകൊണ്ട് യാതൊരു തർക്കവുമില്ല. സുഗത എത്രയും പെട്ടെന്ന് ഈ കാപ്പ എല്ലാം പൊളിച്ച് പുറത്തു വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എന്താണേലും ഈ സുഗതനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് കൊണ്ടുവരും. കാരണം ഈ കാപ്പ കേസ് ചുമത്തിയിരിക്കുന്ന വ്യാജമായിട്ടാണെന്ന് തന്നെയാണ് ഇപ്പോൾ BJP നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ വിജയം സായിക്കൊപ്പം ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.